മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 12/11/2003 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. മകയിരമാണ് നക്ഷത്രം, മകയിരം, 4-ാം പാദം, ഇടവ ലഗ്നം, 2-ൽ ചന്ദ്രൻ ശനി, 3 ശൂന്യം, 4-ൽ വ്യാഴം, 5 ശൂന്യം, 6-ൽ സൂര്യൻ കേതു ഗുളികൻ, 7-ൽ ബുധൻ ശുക്രൻ, 8-9 ഭാവങ്ങൾ ശൂന്യം, 10-ൽ കുജൻ, 11 ശൂന്യം, 12-ൽ രാഹു. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. സ്ത്രീ ജാതകമാണിത്. 2003 എന്ന് പറയുമ്പോൾ ഊഹിക്കുക അദ്ദേഹത്തിൻ്റെ പ്രായം എത്രയാണ് എന്ന്. ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് പഠന സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുമാണ് ഇദ്ദേഹവുമായി വേണ്ടപ്പെട്ടവർ വിളിച്ചിരുന്നത്. ഇതിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ മികച്ച ഒരു ജാതകം തന്നെയാണിത്. 10-ൽ കുജൻ നിൽക്കുകയും അതേപോലെ തന്നെ പ്രസ്തുത കുജനിലേക്ക് 4-ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ 7-ാം ദൃഷ്ടിയൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ജോലി സംബന്ധമായിട്ട് നല്ല ഗ്രഹനില തന്നെയാണത്. അത് 10-ാം ഭാവാധിപൻ ശനി ആയതുകൊണ്ട് ചെറിയ ചില ഡിലേ, വൈകലുകൾ ഒക്കെ ഉണ്ടായാൽ തന്നെയും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അങ്ങേയറ്റം ഗുണകരമായിട്ടുള്ള ഒരു ഗ്രഹനില തന്നെയാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മറ്റ് ചില കാര്യങ്ങൾ ഉണ്ട്. ഒന്ന്, ഓവർ തിങ്കിങ് എന്ന് വെച്ചാൽ ആത്മവിശ്വാസം ഉള്ള, അറിവുള്ള കാര്യങ്ങളിൽ തന്നെ കൊണ്ടത് സാധിക്കുമോ എന്ന് നിരവധി പ്രാവശ്യം സംശയത്തോടു കൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ ഉള്ള അറിവും കൂടെ ഇല്ലാതാവുകയുള്ളൂ. എന്ന് വെച്ചാൽ പ്രൊഡക്റ്റീവായി നമുക്ക് കാര്യങ്ങളെ കാണാനോ പ്രവർത്തിക്കാനോ കഴിയില്ല. അപ്പോൾ എന്താണ് അറിഞ്ഞു വച്ചിട്ടുള്ളത് എന്ന് ആദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതിൽ വിശ്വാസവും കൊടുക്കുക. അതെന്തുകൊണ്ടാണ് അത്തരം ഓവർ തിങ്കിങ് അല്ല എങ്കിൽ ആത്മവിശ്വാസക്കുറവ് ഫീൽ ചെയ്യുന്നത് എന്ന് വെച്ചാൽ 1, 2, 3, 4, 5 5-ാം ഭാവം ബുധൻ ശുക്രനോടൊത്ത് നിൽക്കുന്നു. പക്ഷേ 5-ലേക്ക് രാഹുവിൻ്റെ 6-ാമത്തെ ദൃഷ്ടിയുണ്ട്, ഗുളികൻ്റെ 12-ാമത്തെ ദൃഷ്ടിയുമുണ്ട്. അതേപോലെ തന്നെ 5-ാം ഭാവാധിപനായിട്ടുള്ള ബുധനിലേക്ക് ഗുളികൻ്റെ 2-ാമത്തെ ദൃഷ്ടിയും വരുന്നുണ്ട്. ഇത്തരക്കാർക്ക് ഈ പറയുന്ന ഓവർ തിങ്കിങ്, നെഗറ്റീവ് തിങ്കിങ്, അതല്ല എങ്കിൽ ഒരു ആത്മവിശ്വാസക്കുറവ്, വെറുതെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് സ്വയം ഇറിറ്റേറ്റഡ് ആവുക. ചന്ദ്രൻ നിൽക്കുന്നത് ശനിയോടൊത്താണ്. മുൻപ് ധാരാളം വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ചന്ദ്രനോടൊത്ത് ഗുളികൻ, ശനി, രാഹു, കേതു പോലെയുള്ള കോമ്പിനേഷൻസ് ഒക്കെ നിന്ന് കഴിഞ്ഞാൽ അവരുടെ 5-ാം ഭാവവും കറക്റ്റ് അല്ല എങ്കിൽ ഈ പറയുന്ന നെഗറ്റീവ് ചിന്തകൾ പ്രത്യേകിച്ചും അധികമായിട്ട് ചിന്തിച്ച് കൂട്ടുക, ഇത്തരം സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുന്ന സമയത്ത് തന്നെ ആലോചിക്കുക, ഇതിൻ്റെ ആവശ്യം എന്താണ് എന്നൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അതിന് ഉത്തരമായി. അതിന് കൃത്യമായിട്ട് വേണ്ടുന്ന പരിഹാരം കൂടെ എടുത്ത് പോയി കഴിഞ്ഞാൽ അതിലൊരു 60-70% മാറ്റങ്ങൾ ഉണ്ടാകും. 100% ഒന്നും പ്രതീക്ഷിക്കേണ്ട. അത് ഈ ഗ്രഹനിലയുടെ അവകാശമാണ്, റൈറ്റാണ്, അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു 60-70% കൃത്യമായിട്ട് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യുകയും അതുപോലെ തന്നെ പ്രായോഗികമായിട്ട് ഉള്ള റെമഡികൾ കൂടെ സ്വീകരിച്ചു പോയി കഴിഞ്ഞാൽ അതിൽ മാറ്റം ഉണ്ടാകുമെന്ന കാര്യത്തിലും തർക്കമില്ല. അതേപോലെ തന്നെയാണ് ലഗ്നാൽ 6-ൽ രോഗസ്ഥാനത്ത് നീചനായി സൂര്യൻ, കേതു, ഗുളികൻ നല്ലതല്ല. പ്രത്യേകിച്ചും രോഗസ്ഥാനത്തൊക്കെ ഇത്രയും ഹെവി ആയിട്ട് ഗുളികൻ, കേതു, നീചനായ ഒരു ഗ്രഹം, അത് ഏത് തന്നെ ആയാലും ഇത്തരം ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ്, മാത്രവുമല്ല ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നതും രോഗസ്ഥാനത്ത് സൂര്യനോട് നിൽക്കുന്ന ഗുളികൻ്റെ 2-ാമത്തെ ദൃഷ്ടിയിലാണ്. ഈ ലഗ്നത്തിൽ ഗുളികൻ നിന്നാലും ലഗ്നാധിപനുമായി ഏതെങ്കിലും കണക്ഷൻ, ഏതെങ്കിലും ബന്ധം ഗുളികന് നേരിട്ടോ അല്ലാതെയോ വന്നാൽ തന്നെയും അത്തരക്കാർക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ, ഹെൽത്ത് ഇഷ്യൂസ് സ്ഥിരമായിട്ടോ അല്ലാതെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത, ഇടവിട്ട് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അദ്ദേഹത്തിന് സ്കിൻ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു കാരണമാണ് ഇവിടെ പറയുന്നത്. ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രനായിട്ട് വരികയും അതിലേക്ക് രോഗസ്ഥാനത്ത് 6-ൽ, പൊതുവേ 6-ൽ ഗുളികൻ നിന്നാൽ നല്ലതാണ്. പക്ഷേ ഇവിടെ ഗുളികൻ ചെയ്യുന്ന ദൃഷ്ടിയാണ് ഇവിടുത്തെ വില്ലൻ പ്രശ്നമെന്ന് പറയുന്നത്. 6-ലും 11-ലും ഗുളികൻ പൊതുവേ വളരെ നല്ല ഫലങ്ങൾ കൊടുത്ത് കാണാറുണ്ട്. പക്ഷേ അത് നീചനായ ഒരു ഗ്രഹത്തോടൊത്ത് നിൽക്കുകയും അതിനോടൊത്ത് കേതു വരികയും അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി വരികയും മാത്രവുമല്ല ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹത്തെ പ്രസ്തുത ഗുളികൻ വീക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ അസുഖ സാധ്യതയെ മുന്നിൽ കാണുക തന്നെ വേണം. അപ്പോൾ അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ, കൃത്യമായിട്ട് വേണ്ടുന്ന വൈദ്യസഹായമൊക്കെ എടുത്ത് പോകേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതിലൊരു കോംപ്രമൈസും പാടില്ല.
ആദ്യം വൈദ്യ സംബന്ധമായിട്ടുള്ള രീതികൾ അവലംബിച്ച് അതിനോടൊത്ത് മറ്റ് പരിഹാരങ്ങൾ കൂടെ എടുത്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. തിരിച്ച് ചിന്തിക്കരുത്. ആദ്യം ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്തിട്ട് വൈദ്യസഹായം തേടുക എന്ന് പറയുന്ന ആ സ്ട്രാറ്റജി ഒരു കാരണവശാലും പിന്തുടരരുത്. ആദ്യം വൈദ്യസഹായം തന്നെ എടുക്കുക, അതിനുശേഷം ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുക. അത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിന് കൃത്യമായിട്ട് പരിഹാരങ്ങളുണ്ട്, അതവരോട് പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ലഗ്നാൽ 10 കുജൻ നിന്ന് കഴിഞ്ഞാൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അല്പം വേഗത, വളരെ കർക്കശത്വം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അത് സർക്കാർ സംബന്ധമായിട്ടുള്ള ജോലിക്കൊക്കെ അത്യാവശ്യം പറ്റിയ ജാതകം തന്നെയാണ്. 10 കുജൻ നിൽക്കുകയും അവിടേക്ക് സൂര്യൻ്റെ ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് വ്യാഴത്തിൻ്റെ 7ാമത്തെ ദൃഷ്ടി വരികയും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള കരിയർ തന്നെയാണ് അദ്ദേഹം, പഠനം തന്നെയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുള്ളതും. അത് കൃത്യമായിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ കൂടെ ചെയ്ത് ശ്രദ്ധിച്ച് ജാഗ്രതയോടെ ഒന്ന് പോയി കഴിഞ്ഞാൽ ജോലി സംബന്ധമായിട്ട് പഠന സംബന്ധമായിട്ട് ഒക്കെ ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ 12 നിൽക്കുന്ന രാഹു ഭാവിയിൽ, സമീപ ഭാവിയിലല്ല വിദൂര ഭാവിയിലൊക്കെ ചെലവുകളെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ കൂട്ടിവെക്കും. 12 രാഹു, ഗുളികൻ അല്ലെങ്കിൽ മോശമായിട്ടുള്ള നീചമായിട്ടുള്ള രീതിയിൽ ഏതെങ്കിലുമൊക്കെ ഗ്രഹങ്ങളൊക്കെ നിന്ന് കഴിഞ്ഞാൽ, ഗുളികനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ചെലവുകളെ നിയന്ത്രിച്ച് തന്നെ പോകാൻ നിർബന്ധിതരാകേണ്ടി വരും. അതല്ലാത്ത പക്ഷം അൺലിമിറ്റഡായിട്ട് കയ്യിൽ നിന്ന് പണം ഒഴുകി പോകുന്ന അവസ്ഥകളും ഇത്തരക്കാർക്ക് ധാരാളമായിട്ട് കാണാറുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെയാണ് ലഗ്നാൽ 7 വിവാഹസ്ഥാനത്ത് ബുധൻ, ശുക്രൻ നിൽക്കുന്നു. സുഹൃത്ത് ഗ്രഹങ്ങളാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധ അത്യാവശ്യമാണ്. കാരണം ഗുളിക ഭവനാധിപനായിട്ടുള്ള ശുക്രനാണ്, ലഗ്നാധിപനാണ്, വിവാഹകാരകനാണ്. എല്ലാത്തിനെയും ഇവിടെ ഗുളികൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഗുളികൻ്റെ 2ാമത്തെ ദൃഷ്ടിയിലൂടെ 5ാം ഭാവാധിപനും അതുവഴി ശുക്രനോടൊത്ത് 7 തന്നെ നിൽക്കുന്നതുമായിട്ടുള്ള 2 ഗ്രഹങ്ങളെയും ഗുളികൻ ദൃഷ്ടി വയ്ക്കുന്നു. അതേപോലെ തന്നെ ശുക്രൻ്റെ ക്ഷേത്രമായിട്ടുള്ള തുലാത്തിൽ ഗുളികൻ വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരക്കാരുടെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ച് ജാതകവും നാളും പൊരുത്തവും ഒക്കെ കൃത്യമായിട്ട് നോക്കി വരുന്ന ആൾ എന്താണ്, ഏതാണ്, ചേർന്ന് പോകുന്ന ആളാണോ എന്നൊക്കെ ഒന്ന് ഉറപ്പാക്കിയ ശേഷം മുന്നോട്ട് പോയാൽ ഏറെ നന്ന്. മിനിമം മുന്നോട്ട് പോകുക എന്ന് വെച്ചാൽ മിനിമം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി ജീവിതത്തിൻ്റെ കൺസെപ്റ്റൊക്കെ ഒന്ന് പറഞ്ഞ് അതിനോടൊരു ചേർച്ച ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ മുന്നോട്ട് പോവുക. അതല്ലെങ്കിൽ നിസ്സംശയം നോ പറഞ്ഞു ഒഴിയുക. ഇതൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ മാത്രമാണ് അബദ്ധങ്ങൾ ഏറിയ പങ്കും പറ്റാറുള്ളത്. മാത്രവുമല്ല, ഈ 5ലേക്കൊക്കെ ഗുളികൻ്റെ ദൃഷ്ടി വരികയോ അതേപോലെ തന്നെ 5ാം ഭാവാധിപന് ഏതെങ്കിലും രീതിയിൽ ഗുളികൻ്റെ ബന്ധം വന്നു കഴിഞ്ഞാൽ അത്രക്കാർക്ക് അല്പം അധികരിച്ച കോപം, മുൻകോപം ഒക്കെ ഉള്ളതായിട്ട് കണ്ടുവരാറുണ്ട്. മാത്രവുമല്ല, ലഗ്നത്തിലേക്ക് കുജൻ്റെ 4ാമത്തെ ദൃഷ്ടിയും വരുന്നുണ്ട്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇത്തരം ആളുകൾക്ക് പൊതുവേ ഒരല്പം പെക്യൂലിയർ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് കണ്ടുവരാറുണ്ട്. ദേഷ്യം, അല്പം ഈഗോ പോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടുവരാറുണ്ട്. അപ്പോൾ അത്തരം മൈൻഡ് സെറ്റ്, മാനസികാവസ്ഥ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ വിവാഹം പോലെയുള്ള കാര്യങ്ങൾ ഒത്തുപോകുന്നതെടുത്താൽ ഏറെ നന്ന്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ മകയിരമാണ് നക്ഷത്രം. കുജദശയിൽ, അതായത് ചൊവ്വ ദശയിൽ ജനിച്ചു. 2005 വരെ കുജൻ, അതിനുശേഷം രാഹു 2023 വരെ, ശേഷം വ്യാഴം 2039 വരെ, അതിനുശേഷം ശനി 2058 വരെ, ശേഷം ബുധൻ 2075 വരെ, ശേഷം കേതു, ശുക്രൻ, സൂര്യൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ നിലവിൽ നടപ്പ് ദശ എന്ന് പറയുന്നത് ഗുരുവിൽ ശനിയാണ്. 4/6/2025 തൊട്ട് 17/12/2027 വരെ. അപ്പോൾ ഈ ഗുരു 4ൽ നിൽക്കുന്നു, നല്ലതാണ്. പക്ഷേ ശനിയുടെ, ചന്ദ്രനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ 3ാം ദൃഷ്ടി ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് വേണ്ടുന്ന പരിഹാരങ്ങൾ കൂടെ ചെയ്തു പോയി കഴിഞ്ഞാൽ ഈ ശനിയുടെ ദൃഷ്ടി വഴി വരുന്ന ഈ വേഗതയില്ലായ്മ അല്ലെങ്കിൽ വൈകുക എന്ന് പറയുന്ന പ്രോസസ്സിനെ ഒന്ന് കുറയ്ക്കാനും വേഗത കൂട്ടാനും അതുവഴി കാര്യങ്ങൾ ഒന്നുകൂടെ ഫാസ്റ്റാക്കി ഊർജ്ജസ്വലമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സാധിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.